ഇനി നമ്മൾ പറയട്ടെ, ദഹബത്തിൻ നുബുവ്വത്തു വബഖിയത്തിൽ മുബശ്ശിറാത്ത്. ആ നുബുവത്തിന്റെ കാലം കഴിഞ്ഞുപോയി. ഇനി ബാക്കിയുള്ളത് സന്തോഷം നൽകുന്നവ മാത്രമാണ്. ബഖിയത്തിൽ മുബശ്ശിറാത്ത്. സ്വഹാബിമാർ ചോദിച്ചു, വമൽ മുബശ്ശിറാത്തു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ? നബിയുടെ വഫാത്തോടുകൂടെ നുബുവത്ത് കഴിഞ്ഞു പോയല്ലോ, ഇനി മുബശ്ശിറാത്തുകൾ ബാക്കിയുണ്ട്. എന്താണ് മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ? അർറുഇയ സ്വാലിഹ, സത്യസന്ധമായ സ്വപ്നം. സത്യസന്ധമായ സ്വപ്നം. യറാഹൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യനത് കാണും. ഔ തുറാലഹു, അല്ലെങ്കിൽ ആ മുഅ്മിനിന് കാണിക്കപ്പെടും. അങ്ങനത്തെ സത്യസന്ധമായ സ്വപ്നങ്ങൾ, കണ്ടതുപോലെ പുലരുന്ന സ്വപ്നങ്ങൾ അന്ത്യനാളിന്റെ മുമ്പ് ധാരാളം കാണാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാണുന്ന സ്വപ്നങ്ങളിൽ ഏറ്റവും നല്ല സ്വപ്നം മുത്തുനബിയെ സ്വപ്നം കാണലാണ്. അതിന് ഭാഗ്യം കിട്ടിയവർ തൂബാലക്കും. ഹബീബായ നബി തങ്ങളെ അന്നമൻ റഅൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി കാന ഹാദാ ബിശാറത്തുൻ ലഹു ബിൽ വഫാഇ അലൽ ഈമാൻ. ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ട ആളുകൾ, ഹബീബായ നബിയെ സ്വപ്ന ദർശനമുണ്ടായ ആളുകൾ, അവരുടെ ഈമാൻ സത്യസന്ധമാണ് എന്നതിന്റെ അടയാളമാണ് ഹബീബിനെ സ്വപ്നം കാണുന്നത്. അല്ലാഹുവേ, അത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ, അതൊരുപാട് നൽകണേ തമ്പുരാനെ. ഹബീബിനെ സ്വപ്നം കണ്ടവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ ഈമാൻ സത്യസന്ധമാണെന്നാണ് അതിനർത്ഥം. കാരണം നബി തങ്ങളെ സ്വപ്നം കണ്ടവർക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. മൻ റആനി ഫിൽ മനാം ഫസയറാനി ഫിൽ യഖ്ള. ഇമാമുനാ ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നു, നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ആളുകൾക്ക് നബി തങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടാകും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നബി തങ്ങളെ ഡയറക്റ്റ് കാണുമത്രേ. അല്ലാഹുമ്മ വഫിഖ്നാ ലഹ്, പടച്ചവനെ ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ തമ്പുരാനെ. സ്വപ്നത്തിൽ കണ്ടവർക്കൊക്കെയും ഹബീബിനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടാവും. അത് മഹ്ശറയിലാണോ, സ്വർഗലോകത്താണോ, പരലോകത്താണോ? അല്ല, പരലോകത്ത് സ്വപ്നം കാണാത്തവർക്കും അല്ലാഹു അവസരം നൽകുന്നുണ്ട് നബിയെ കാണാൻ. പക്ഷേ സ്വപ്നം കണ്ട ആളുകൾക്ക് മാത്രമായി അള്ളാഹു നൽകുന്ന ഈ നബിയെ ഉണർവിൽ കാണും, സ്വപ്നത്തിലല്ലാതെ നേർക്കുനേരെ കാണും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് ഹദീസ് പണ്ഡിതന്മാരാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളാണ്. പക്ഷേ പ്രഗത്ഭരായ ആലിമീങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണും എന്ന് പറഞ്ഞത് സൗഭാഗ്യം, അത് സ്വപ്നം കണ്ടവർക്ക് മാത്രമാണ്. നേരിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞത് അന്നഹു ലാ ബുദ്ദ അൻ യറാഹു ഫിൽ യഖ്ള വലൈസ മഅനാ ദാലിക അന്ന അൻ-നബിയ യഹ്ദുറു ലഹു, നബി തന്റെ മുമ്പിലേക്ക് വരും എന്നല്ല. പിന്നെന്താണ്? ഇന്നമാ യറൻ നബിയ വഹുവ ഫീ ഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഖബറിൽ കിടക്കെ ആ ഖബറിലായിട്ട് തന്നെ നബിയെ കാണാൻ കഴിയും. ബിഖുദ്റത്തില്ലാഹി ഖാദിർ അലാ കുല്ലി ഷൈ, എല്ലാറ്റിനും കഴിവുള്ള അല്ലാഹുവിന്റെ കഴിവുകൊണ്ട്. അല്ലാഹു തആല അൻ യജ്അല മാ ബൈന അർ-റാഇ വബൈന അൻ-നബിയ്യി കസ്സുജാജി ഫയറാഹു വഹുവ ഫീ ഖബ്രിഹി ശരീഫ്. തന്റെ മുമ്പിലുള്ള ഹബീബിന്റെ ഖബറിന്റെ മറ ഒരു കണ്ണാടി ചില്ല് പോലെ നേരിട്ട് കാണുന്ന പോലെ ആക്കി കൊടുക്കാൻ നൂറുകണക്കിന് ആളുകൾ പരിശുദ്ധ റൗളയുടെ അരികത്ത് വന്ന്, അല്ലെങ്കിൽ ഹബീബിന്റെ ഹുജറത്ത് ഷരീഫയുടെ ബാക്കിൽ നിന്നിട്ട് അസ്ഹാബ് സുഫയുടെ അവരെ നബിതങ്ങളിൽ നിന്ന് ദർസ് പഠിച്ചിരുന്ന ആ ഭാഗത്തോ മറ്റോ മദീനത്തെ പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ ചുമരുകളുണ്ട്, ഗ്രില്ലുകളുണ്ട്. എന്നാൽ തന്നെയും മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. എന്നെ സ്വപ്നത്തിൽ കണ്ടവർക്ക് എന്നെ നേരെ കാണാൻ കഴിയും. അതിന്റെ അർത്ഥം ആ ഹബീബിന്റെ പരിശുദ്ധമായ ഖബർ ഒരു ഗ്ലാസ് പോലെയോ അല്ലാതെയോ മറനീക്കി കൊടുത്ത് ഖബറിൽ കിടക്കുന്ന ഹബീബിനെ നേരെ കാണാനുള്ള സൗഭാഗ്യം നബിയെ സ്വപ്നം കണ്ട ആളുകളുടെ ആ ഒരു ഹൃദയത്തിന്റെ തെളിമ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു നൽകും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആ ഭാഗ്യമാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്കുണ്ടായത്. നബിയെ കാണാൻ വരുന്ന ഹജ്ജിന് വരുന്ന സമയത്ത് അസ്സലാമു അലൈക യാ ജദ്ദി യാ റസൂലല്ലാഹ്, എന്റെ വല്യപ്പയായ നബിയെ അങ്ങേക്ക് സലാം എന്ന് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞപ്പോ നബി തങ്ങളുടെ മറുപടി വന്നു, വഅലൈക്കും സലാമു യാ ഇബ്നി, എന്റെ മോനെ നിങ്ങൾക്ക് സലാം എന്ന് ഹബീബിന്റെ സലാം മറുപടി വന്നു ഖബറിൽ നിന്ന്.
വളരെ മുത്തവാത്തിറായ സംഭവം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ 7-15 ആളുകൾ ഔലിയാക്കന്മാർ മാത്രം ഈ സംഭവത്തിന് സാക്ഷികളാണ്. നമ്മുടെ കിതാബുകളിൽ ഇമാമിയങ്ങൾ പ്രബലമായി ഉദ്ധരിച്ച സംഭവമാണിത്. നബിയുടെ ശബ്ദം കേട്ടപ്പോഴല്ലേ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ എന്റെ റസൂലിന്റെ കരമിനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം എന്ന് കാണിച്ചു തരുമോ? പാട്ടുപാടിയില്ലേ? ആ പാട്ട് നമ്മൾ ഇവിടെ നിന്ന് പാടുമ്പോൾ ഇത് പാടിച്ചെന്ന് അവിടെ ചെന്ന് റൗദയിൽ പാടിയാലും ഹബീബിന്റെ കൈ കാണാൻ കഴിയുന്നില്ല. എന്നാൽ സ്നേഹം, അനുരാഗം, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ജീവിതത്തിന്റെ, ശരീരത്തിന്റെ, ചോരയുടെ, മാംസത്തിന്റെ ഭാഗമായി മാറിയപ്പോ ആ ഒരു ഖൽബിൽ നിന്ന് പാട്ടുകൾ വരുന്നു. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ نائبتي وهذه نوبة الأشباح قد حضرت فامدد يمينك كي تحظى بها تفتي. നബിയെ, ഞാൻ ഒരുപാട് ദൂരെയായിരുന്നപ്പോൾ എന്റെ ആത്മാവിനെ മദീനയിലേക്ക് പറഞ്ഞേക്കാറുണ്ട് നബിയെ. എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അങ്ങ് ഷാമിന്റെ അറ്റത്ത് നിന്ന് മഹാനവറുകൾ യാത്ര തിരിച്ചു വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ വല്ലിപ്പ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നു എന്റെ ശരീരത്തോടുകൂടെ. എനിക്കതിന് സാധിക്കാറില്ല. എന്റെ ആത്മാവിനെ ഞാൻ മദീനയിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. ഇതൊരു സൗഭാഗ്യമാണ്. ഹജ്ജിന് പോയിട്ട് മദീന പോവാൻ സാധിക്കാത്ത പിശുക്കന്മാരെ ഒന്നോർത്തു നോക്കൂ. എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ് നിങ്ങൾ. മദീനയിലേക്ക് പോവാൻ അള്ളാഹു കയ്യിൽ ടാക്സിക്ക് പൈസ തന്നിരിക്കെ, ബസ്സിന് കൊടുക്കാനുള്ള കാശുണ്ടായിരിക്കെ, സമയമുണ്ടായിരിക്കെ, 1,00,000 കൂലി മക്കത്തല്ലേ, മദീനയിൽ 1000 ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന ഹബീബിനോട് മുഖം തിരിക്കുന്ന ആളുകളെ നിങ്ങളിൽ ചില ആളുകൾ തന്നെയാണ് ഹബീബിന്റെ മൗലിദ് പാരായണം പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്നതും. നിങ്ങൾ ഓർക്കണേ, 1,00,000 കൂലി മക്കായിലുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നത് ആരാണ്? ആരാണ് നിങ്ങൾക്ക് ഹജ്ജ് പറഞ്ഞു തന്നത്? ആരാണ് നിങ്ങൾക്ക് തവാഫ് പറഞ്ഞു തന്നത്? ആരാണ് ഹജറുൽ അസ്വദിനെ ഇടതുവശമാക്കിയിട്ട് കഅബയെ 7 തവണ ചുറ്റുമ്പോഴാണ് ഒരു തവാഫാകുന്നത് എന്ന് ആരാ പഠിപ്പിച്ചത്? ആരാണ് സഫയിൽ നിന്ന് തുടങ്ങി മറവയിൽ അവസാനിക്കുന്ന സഅയ് പഠിപ്പിച്ചത്? ആരാണ് നിങ്ങൾക്ക് മക്കയിൽ 1,00,000 കൂലിയുണ്ട് എന്ന് പറഞ്ഞത്? ആ മഹാനുഭാവൻ 400-500 കിലോമീറ്റർ അപ്പുറം ഹൈസ്പീഡ് പോകുന്ന വാഹനങ്ങൾ ഉണ്ടായിരിക്കെ, എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകൾ ഉണ്ടായിരിക്കെ, ബസ്സുകൾ ഉണ്ടായിരിക്കെ, ആ ഹബീബിനെ കാണാൻ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ഈമാനിന്റെ പ്രഭ കെട്ടുപോവുകയും ഹബീബിനോടുള്ള മഹബ്ബത്ത് നിശേഷമില്ലായ്മയാവുകയും ബിദ്അത്ത് കുഫറാണ്, തെറ്റാണ് എന്ന് നിരന്തരം പറഞ്ഞിട്ടും കേട്ടിട്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഹബീബിന്റെ മഹബ്ബത്തിന്റെ നീരുറവ ഒറ്റിപ്പോയപ്പോൾ നിങ്ങൾക്ക് ഹബീബിനെ ചെന്ന് കാണാൻ കഴിഞ്ഞില്ല അല്ലേ? എന്തോ ഒരു ദൗർഭാഗ്യവാന്മാർ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന് വേണമെങ്കിൽ ഹബീബിന്റെ റൗളക്ക് 2,00,000 കൂലിയുണ്ടെന്ന് പറയാമായിരുന്നു. മക്കയിൽ 1,00,000 ഹബീബ് ശാരിആൻ, ഹബീബ് ശറഅ് നിശ്ചയിക്കുന്ന ആളാണ്. അള്ളാഹു ഇടപെടുന്ന പോലെ ശറഇൽ ഇന്നത് വേണം വേണ്ട എന്ന് പറയാൻ അധികാരമുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെന്ന് മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങൾ എന്നിട്ടും പറഞ്ഞത് മദീനയിൽ 1000 ഒരു നിസ്കാരത്തിന് 1000, മക്കയിൽ 1,00,000. എന്തിനാണെന്നറിയോ? അവിടെ 2,00,000 പറഞ്ഞാൽ ഈ ബിദ്അത്ത് എന്ന് പറയുന്ന മുഴുവനും മദീനത്തേക്കോടും. അങ്ങനെ വേണ്ട, എന്നോട് സ്നേഹമുള്ളവർ മാത്രം വന്നാൽ മതി, എന്നോട് ഹുബ്ബുള്ളവർ വന്നാൽ മതി. ലക്ഷങ്ങൾ ഇവിടെയില്ല. നിങ്ങൾക്ക് 1,00,000 വാങ്ങിത്തരാൻ അള്ളാഹു നിയോഗിച്ച ആള് ഞാനാണ്. എന്നെ വന്ന് കാണണേ. മൻസാറനി, എന്നെ കണ്ടുമുട്ടുന്ന ആളുകൾ, എന്റെ അരികത്ത് വരുന്ന ആളുകൾ എനിക്ക് വേണ്ടി സലാം പറയണേ. ഞാൻ നിങ്ങൾക്ക് സലാം മടക്കുന്നുണ്ട്. അംബിയാഇന്റെ ശരീരം മണ്ണ് തിന്നുകയില്ല. അംബിയാക്കന്മാരുടെ ശരീരം മണ്ണ് തൊടുകയില്ല. നമ്മളൊക്കെ മണ്ണിൽ വെച്ചാൽ അളിഞ്ഞു പോവില്ലേ നമ്മുടെ ശരീരം? അല്ലാഹു അതളിയാതെ കാത്തു സൂക്ഷിക്കുന്ന 50-100 കൊല്ലം കഴിഞ്ഞിട്ട് കഫം പുടക്ക് പോലും കേടുവരാതെ കിടക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സയ്യിദന്മാരുണ്ട്. അത് ശരി തന്നെയാണെന്നാൽ ഒരു സാധാരണക്കാരന്റെ ജീവിതം അങ്ങനെയാണോ? അംബിയാഇന്റെ ശരീരം മണ്ണ് തൊടാത്ത പോലെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഒരു ഖതീഫത്ത് വിരിച്ചു വെച്ചിട്ട് ഹബീബിന്റെ റൗളയിൽ ആയിഷ ബീവിയുടെ ഹുജ്റത്തിൽ ഹബീബിനെ കിടത്തിയതുപോലെ അവിടുത്തെ താടിരോമത്തിൽ ഒന്നുപോലും പൊഴിഞ്ഞു പോവാതെ, അവിടുത്തെ പരിശുദ്ധമായി ശിരസ്സിലെ ഒരു രോമം പോലും പൊഴിഞ്ഞു പോവാതെ
ബർസഖിയായ ലോകത്ത് തന്റെ ഉമ്മത്തികൾക്ക് തർബിയത്ത് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വപ്ന ദർശനമായി ഒരേ ഒരു രാത്രിയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉറക്കത്തിന്റെ കിടപ്പറകളിലേക്ക് വന്ന് അള്ളാഹുവിന്റെ ഹബീബ് തർബിയത്തും തസ്കീത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മത്തിന്റെ ഹബീബല്ലേ, വെളിച്ചമല്ലേ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് നിങ്ങളുടെ സലാം തിരിച്ചു മടക്കുന്നുണ്ട്. ഇവിടെന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർക്ക് മറ്റാർക്കും നൽകാത്ത ഒരു പ്രതിഫലം, ഒരു മഹത്വം ഹബീബിന് കൊടുത്തില്ലേ? അള്ളാന്റെ മാലാഖമാരിൽ ഒരു വിഭാഗം ആളുകൾ നബിയുടെ സ്വലാത്ത് എത്തിച്ചു കൊടുക്കാനുള്ളവരാണ്. ഹബീബ് സലാം മടക്കും. ഹബീബിന്റെ റൗദയിൽ ചെന്നിട്ട് സ്വലാത്തു വസ്സലാമു അലൈക, അള്ളാഹു രക്ഷ നൽകട്ടെ നബിയെ, അവന്റെ കാരുണ്യം ചൊരിയട്ടെ. അലൈക യാ റസൂലല്ലാഹ്, അള്ളാന്റെ ദൂതരായി വന്നവരെ നബിയെ, ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ പറ്റിയില്ല. അങ്ങ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, ഈ ചുമരിനപ്പുറത്ത് അങ്ങ് കിടക്കുന്നുണ്ടല്ലോ, ഈ പരിശുദ്ധമായ ഗ്രില്ലിന്റെ അപ്പുറത്ത് അങ്ങ് കാണുന്നുവല്ല നബിയെ, അങ്ങ് സലാം മടക്കുന്നുണ്ടല്ലോ നബിയെ. അങ്ങേക്കിതാ ഒരു ഫഖീറായ അങ്ങയുടെ ഒരു ഉമ്മത്തി വന്ന് സലാം പറയുന്നു. അങ്ങനെ ഒരു സലാം പറയാനുള്ള സൗഭാഗ്യവും തിരിച്ച് അള്ളാന്റെ റസൂല് വഅലൈക്കുമുസ്സലാം എന്ന് അവിടുത്തെ ഉമ്മത്തിയോട് സലാം മടക്കുന്ന ആ ഒരു സലാം കിട്ടാൻ പോലും ഭാഗ്യമില്ലാതെ മദീന എന്ന് പറയുമ്പോൾ വിറക്കുകയും, മദീനത്തെ പരിശുദ്ധമായ ഗുംബദെ ഖിസറ, നമ്മുടെ ഈ കുമ്പോലിലെ ബദരിയ പള്ളിയുടെ മുകളിൽ കാണുന്ന ഈ പരിശുദ്ധമായ റൗദയുടെ അതേ ഗുംബദിനോട് സമാനമായ, അതേ കുബ്ബയോട് സമാനമായ കുബ്ബയാണിത്. പരിശുദ്ധമായ റൗദ ഷരീഫിന്റെ താഴുകക്കുടങ്ങൾ പോലും ഞങ്ങൾക്ക് അവിടെ അധികാരം കിട്ടിയാൽ ഞങ്ങൾ പൊളിച്ചു മാറ്റുമെന്നും ഹബീബിന്റെ ഖബർ അവിടെ നിന്ന് നീക്കം ചെയ്യുമെന്നും ഒക്കെ പറയുന്ന ആളുകളെ, നിങ്ങൾ ഈ ഉമ്മത്തികളിൽപ്പെട്ടവർ തന്നെയാണോ? നിങ്ങൾക്ക് ഹബീബിനെ മനസ്സിലായിട്ടുണ്ടോ? ആരാണ് ഈ റസൂൽ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ? അധികാരമാണോ വലുത്? ഹബീബായ നബി തങ്ങളുടെ ഹിജ്റ ഇവിടെ ഉണ്ടായിരിക്കെ, വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലത്ത് മസ്ജിദുൻ നബവിയുടെ തൗസിഅത്ത് നടക്കുന്നത്, എക്സ്പാൻഷൻ നടക്കുന്നത്, ആ സമയത്ത് അന്ന് ജീവിച്ചിരിപ്പുള്ള ആളുകൾ കരഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ ഹിജ്റകൾ പൊളിച്ചു മാറ്റിയപ്പോ, നബി തങ്ങളുടെ വീടുകൾ പൊളിച്ചു മാറ്റിയപ്പോ. അതെന്തുകൊണ്ട്? ഒന്നുമല്ല, അല്ലാഹുവിന്റെ റസൂൽ എത്ര സിമ്പിളായിട്ടാണ് ജീവിച്ചത്. ആഡംബരങ്ങളില്ലാതെ, പളവളപ്പുകളില്ലാതെ, സമ്പത്തൊഴുക്കാതെ, എത്ര ലളിതമായ ജീവിതമാണ് ഹബീബായ നബി തങ്ങൾ ജീവിച്ചതെന്ന് മദീനയിലേക്ക് വരുന്നവർക്കും മദീനക്കാർക്കും ഇസ്ലാമിന്റെ അനുയായികൾക്കും കാണാൻ വേണ്ടി ആ നബിയുടെ ഭാര്യമാരുടെ വീടുകൾ പൊളിച്ചു കളയാതെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് മദീന പള്ളി വികസിപ്പിക്കാമായിരുന്നു എന്നല്ലാതെ മദീന പള്ളിയോട് ഹബീബിന്റെ റൗദ ചേർന്നപ്പോഴേക്കും അത് ബിദ്അത്തായെന്നോ ചെയ്യാൻ പാടില്ലാത്തതായെന്നോ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ് എന്ന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, ജൂതന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ, അള്ളാന്റെ റസൂല് പറഞ്ഞ ആ ഒരു വചനം നബി തങ്ങളുടെ റൗളയെ സംബന്ധിച്ചു പോലും അങ്ങനെ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന, അള്ളാന്റെ റസൂലിനോട് സൂഅദബ് കാണിക്കുന്ന, അച്ചടക്കക്കേട് കാണിക്കുന്ന ആളുകളെ കബറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. വായിലൂടെ വരുന്ന വാക്കുകൾ ഇച്ചിരി കടുപ്പമായിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, നബി തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുക. ഹബീബായ നബി തങ്ങളെ ഇങ്ങനെ താറടിച്ചു കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത്? എത്ര തന്നെ അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഉയരുകയല്ലേ അള്ളാന്റെ റസൂൽ. അങ്ങയുടെ സ്മരണയെ വാനോലോകത്തോളം അതിനപ്പുറത്തേക്ക് നാം ഉയർത്തിയിരിക്കുന്നു നബിയെ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ആർക്കാണ് തടുക്കാൻ കഴിയുക? ആ ഒരു ഹബ്ബിന്റെ ഭാഗമാണ് ഈ പരിശുദ്ധമായ ബദരിയ പള്ളിക്ക് മുമ്പിൽ മഹാന്മാരായ കുമ്പോൾ സയ്യിദന്മാരുടെ ക്ഷണം സ്വീകരിച്ച് നാം ഓരോരുത്തരും ഈ സദസ്സിൽ വന്നിരിക്കുന്നത് ഹുബ്ബാണ്, ഹബീബിനോടുള്ള ഹുബ്ബാണ്, ഹബീബിന്റെ അഹ്ഫാദുകളോടുള്ള ഹുബ്ബാണ്, ഹബീബിന്റെ നസ്ലിനോടും നസബിനോടുമുള്ള ഹുബ്ബാണ്. അല്ലാഹുവേ, നീ അതങ്ങനെ മാറ്റിത്തരണേ തമ്പുരാനെ, അതങ്ങനെ തന്നെ സ്വീകരിക്കണേ റബ്ബേ. ആ ഹുബ്ബ് കൊണ്ടെങ്കിലും നാളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.